നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ എൻ.ഡി.എയിൽ ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് ബി.ഡി.ജെ.എസ്. തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന ബി.ഡി.ജെ.എസ് ബി.ജെ.പി കഴിഞ്ഞാൽ പിന്നെ എൻ.ഡി.എയിൽ വോട്ടുള്ള ഏക ഘടകകക്ഷിയാണ്, അല്ലെങ്കിൽ ഏക പാർട്ടിയാണ്. എസ്.എൻ.ഡി.പി യോഗത്തിൻ്റെ സമ്പൂർണ്ണ പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ബി.ഡി.ജെ.എസ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് ബി.ഡി.ജെ.എസിനെ നയിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളിക്കാകട്ടെ കേന്ദ്ര ബി.ജെ.പി നേതൃത്വവുമായി, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെയായി വളരെ അടുപ്പമുള്ളയാളുമാണ്. എന്നാൽ ഇത്തവണ ബി.ഡി.ജെ.എസിന് ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നിലും അവർ സീറ്റ് നൽകിയിട്ടില്ല. എന്തായിരിക്കും അതിന് കാരണം? ബി.ഡി.ജെ.എസിൻ്റെ വോട്ട് CPM-ൽ പോകുമോ, ഇടതുമുന്നണിക്ക് പോകുമോ എന്നുള്ള ഭയം നന്നായി ബി.ജെ.പിക്കുണ്ട്. അതുകൊണ്ട് അവർ ബുദ്ധിപൂർവ്വം അവരുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നും തന്നെ ബി.ഡി.ജെ.എസിന് സീറ്റ് നൽകാതിരിക്കാൻ ശ്രദ്ധിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം അവർ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും ബി.ഡി.ജെ.എസിനെ മാറ്റി നിർത്തി. അതേ തുടർന്നുള്ള പ്രശ്നങ്ങളും പടലപ്പിണക്കങ്ങളും ചർച്ചകളും ഇപ്പോഴും അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബി.ഡി.ജെ.എസിൻ്റെ വോട്ട് ബി.ജെ.പിക്ക് കിട്ടില്ല എന്ന് പാർട്ടി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്: പിണറായി വിജയൻ തന്നെയായിരിക്കും അടുത്ത തവണയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് വച്ചാൽ പിണറായി വിജയന് വേണ്ടിയായിരിക്കും എസ്.എൻ.ഡി.പി യോഗം നിലകൊള്ളുക, CPM-ന് വേണ്ടിയായിരിക്കും എസ്.എൻ.ഡി.പി യോഗം നിലകൊള്ളുക എന്ന് കൃത്യവും വ്യക്തവുമായി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ നയിക്കുന്ന പാർട്ടിയുടെ വോട്ടുകൾ വേറെ ആർക്ക് പോകും? അത് ബി.ജെ.പിക്ക് പോകില്ല, CPM-ന് പോകും, പിണറായി വിജയന് മാത്രം പോകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിയിലെ പ്രധാന ഘടകകക്ഷിയായ ബി.ഡി.ജെ.എസിൻ്റെ വോട്ടുകൾ CPM-ന് പോകുമെന്നുള്ളൊരു സത്യം, ഞെട്ടിപ്പിക്കുന്ന സത്യം ബി.ജെ.പി മനസ്സിലാക്കി കഴിഞ്ഞു. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ടും CPM സ്ഥാനാർത്ഥികൾക്കായിരിക്കും ബി.ഡി.ജെ.എസ് വോട്ട് പോവുക. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ബി.ജെ.പി ജയിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്ന 3-4 സീറ്റുകൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള സീറ്റുകളിലെല്ലാം ബി.ഡി.ജെ.എസിൻ്റെ വോട്ട് CPM-ന് തന്നെയാണ്. അത് ബി.ജെ.പി നേതൃത്വം നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ ബി.ഡി.ജെ.എസിനെ തടയാനോ അല്ലെങ്കിൽ അവരെ നേർവഴിക്ക് കൊണ്ടുവരാനോ ഒന്നും ബി.ജെ.പിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ജയിക്കുമെന്ന് വിശ്വസിക്കുന്ന മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് ബി.ഡി.ജെ.എസ് വോട്ട് ചെയ്യട്ടെ, എന്നാൽ മറ്റു മണ്ഡലങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തോട്ടെ. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ബി.ജെ.പി തന്നെ മത്സരിക്കും, ബി.ജെ.പി സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കും, അവർ തന്നെ ജയിക്കുന്ന അന്തരീക്ഷം ഉണ്ടാവും. ബി.ജെ.പി ശക്തി കുറഞ്ഞ സ്ഥലങ്ങളിൽ ബി.ഡി.ജെ.എസ് മത്സരിച്ച് അവരുടെ വോട്ടുകൾ CPM-ന് കൊടുത്താലും ബി.ജെ.പിക്ക് നഷ്ടമൊന്നുമില്ല. അവിടെ പരാജയപ്പെടുന്നത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബി.ജെ.പി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നിലും ബി.ഡി.ജെ.എസിന് സീറ്റുകൾ നൽകണ്ട എന്നുള്ള കടുത്ത തീരുമാനം ബി.ജെ.പി സംസ്ഥാന നേതൃത്വം കൈക്കൊള്ളുന്ന ഒരു അവസ്ഥയുണ്ടായി. അതേ തുടർന്നാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ഇപ്പോൾ കാണുന്ന ഈ ബി.ഡി.ജെ.എസും ബി.ജെ.പി നേതൃത്വവും തമ്മിലുള്ള വാക്കുകൾ കൊണ്ടുള്ള ഏറ്റുമുട്ടലൊക്കെ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു തീരുമാനം ബി.ജെ.പി കൈക്കൊണ്ടതിനെ തുടർന്നാണ്. കാരണം ബി.ഡി.ജെ.എസിൻ്റെ വോട്ടുകൾ ഇടതുമുന്നണിക്ക് പോകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ബി.ജെ.പി ശക്തി കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും ബി.ഡി.ജെ.എസിന് സീറ്റ് നൽകിയാൽ ആ ശക്തി കേന്ദ്രങ്ങളിൽ ബി.ജെ.പി പരാജയപ്പെടുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ബി.ഡി.ജെ.എസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ബി.ഡി.ജെ.എസിന് വോട്ടുള്ള ഇടങ്ങളിൽ അവർ CPM-ന് വോട്ട് മറിച്ചു കൊടുക്കുമെന്ന യാഥാർത്ഥ്യം ബി.ജെ.പിക്ക് മനസ്സിലായതോടുകൂടി ബി.ഡി.ജെ.എസിന് ബി.ജെ.പിയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നും സീറ്റ് നൽകണ്ട എന്ന് പാർട്ടി നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു.